ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കടയിലത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ വേറെ അധികം എങ്ങും പോകണില്ലല്ലോ. നമ്മളെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ തന്നെയാണ്. ജീവിതവും ജീവിതാനുഭവങ്ങളും. രാവിലെ വീട്ടിൽ നിന്ന് കടയിലേക്ക് വരുന്നു. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ വാടക വീട്ടിൽ നിന്ന് കേട്ടോ. പിന്നെ നമ്മളുടെ ജോലികളൊക്കെ നോക്കണു. അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. പിന്നെ പുറത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇറങ്ങുമ്പോൾ ആ വിശേഷങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ജീവിതാനുഭവങ്ങൾ നിങ്ങളോട് കൂടി പങ്കുവെക്കുക, അത്രയൊക്കെ തന്നെയാണ്. പിന്നെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോ ഇടും കേട്ടോ. കടയിൽ ജോലികളൊക്കെ ആയിട്ട് അങ്ങനെ പോണു. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ചായ ഗ്ലാസ്സൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. രാവിലെ തൊട്ടിട്ട് ഇതുവരെ നടക്കുമായിരുന്നു. ഞാനിപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ വൈകിയാണ് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടാക്കി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. രാവിലെ നല്ല മഞ്ഞല്ലേ, ഒരു വഴിക്കായിട്ടോ. കുട്ടികളും ഞാനും പനിയും ചുമയും ജലദോഷവും കഫക്കെട്ടുമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഒരു വഴിക്കായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ട്രെൻഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളെ ജീവിതം ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടർക്കും ഒരുപാട് താങ്ക്സ്. ഞാനൊരിക്കലും പറയാൻ മറന്നുമില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇവിടുത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാനൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇവിടെ മെയിൻ പൊറാട്ടയാണ്. പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ഇല്ല. എണ്ണ പലഹാരങ്ങളൊന്നും ഇവിടെ രാവിലെ പോവില്ല. മെയിൻ പൊറാട്ട ഉണ്ടാവും. ഈ ഏരിയയിൽ ഇങ്ങനെയാണ്. ഞങ്ങൾ ആദ്യം നടത്തിയിരുന്ന ഒരു കട ഉണ്ടായിരുന്നു മേലാറ്റൂർ. അപ്പോൾ അവിടെ എണ്ണ പലഹാരം കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വാങ്ങിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കാറ്റൊക്കെ ഉണ്ടാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട്. അവിടെ പഴംപൊരി, സമൂസ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോകും. ഇവിടെ പിന്നെ അതൊന്നും പോവില്ല. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറിലേക്കുള്ള കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മാങ്ങ വാങ്ങിച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പണിയിലാണ്. കറി ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മീൻകറിയിലേക്ക് ലേശം ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിക്കാണ് കേട്ടോ. തൂമിക്കാന്നും പറയും, താളിക്കാന്നും പറയും. നിങ്ങളവിടെയൊക്കെ എന്താ പറയുക മക്കളെ? ചിലർ വറവിടാന്ന് പറയും അല്ലേ. പിന്നെ ചെറിയൊരു കേദൽമീൻ്റെ ഇത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പീസ്, 50 ഉറുപ്പ്യക്ക്. അപ്പോൾ ഇപ്പോൾ പിന്നെ വരവ് കുറവാണ്. അപ്പോൾ കുറേ ദിവസമായി മീൻ വാങ്ങിയിട്ട് തന്നെ. കടയിലേക്കുള്ള അയില ലേശം വാങ്ങാമെന്നല്ലാതെ വേറെ മീൻ അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ അത് വറവിടാണ് കേട്ടോ. പിന്നെ 2-3 കഷ്ണം മീൻ മസാലയും തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വറുക്കണം. വേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ട് കയ്യിൽ പിടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറേ നേരം വൈകിയാണ്. 4 മണിയായിരിക്കുന്നു. കുട്ടികളൊക്കെ അംഗൻവാടിയിൽ നിന്ന് കൊടുന്നതിൻ്റെ ശേഷമാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കറി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ചോറ് കഴിച്ചില്ല, അവിടെ വെക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ 4-4:30 മണിയായിരിക്കുന്നു ചോറ് കഴിക്കുമ്പോൾ.
പിന്നെ കുട്ടികളെ അംഗൻവാടിയിൽ നിന്നൊക്കെ കൊടുന്നതിന് ശേഷമാണ് എനിക്ക് കറി ഉണ്ടാക്കിയത്. മീൻകറിയാണ് കേട്ടോ. മീൻകറിയിലേക്കാണ് ഞാനത് ഒഴിച്ചത്. ഇത്തിരി കറി ഉണ്ടാക്കി എൻ്റെ ഇടയിൽ കൂടെ ഇവിടെ നിന്ന് വന്നുണ്ട്. അപ്പം ഇനി മീൻ ഒരു 3 പീസ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതിന് പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് വേണം ചോറ് കഴിക്കാൻ. അപ്പോൾ ഈ ടൈമായപ്പോൾ എനിക്ക് വിശപ്പ് തോന്നി കുറേശ്ശെ. പിന്നെ എന്താ പറയുക, ചോറ് കഴിച്ചില്ലെങ്കിൽ കയ്യും കാലൊക്കെ ഇങ്ങനെ കുഴയണ പോലെ അങ്ങനെ തോന്നും, ക്ഷീണം. വിശപ്പൊന്നും തോന്നില്ല ചില സമയങ്ങളിൽ. അങ്ങനെ എല്ലാറ്റിനും ഒരു മൂഡ് ഓഫ് ആണ്. സാമ്പത്തിക പ്രയാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് പൈസയുടെ ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനാണ്. അപ്പോൾ പിന്നെ വിശപ്പൊന്നും തോന്നില്ല. ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ തോന്നും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണോ കഴിക്കണോ എന്നൊക്കെ തോന്നും. അല്ലാത്തപ്പോൾ ഈ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ കൊച്ചു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ കൂട്ടുകാരെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും. ഞാൻ എത്ര